അതിജീവനത്തിൻ്റെ പുതിയ കാൽവെപ്പിനാണ് ഇന്ന് കൽപ്പറ്റയിൽ തുടക്കമാകുന്നത്. എനിക്ക് പിൻഭാഗത്തെ സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്ന വീടിൻ്റെ രൂപരേഖ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ രൂപരേഖ കാണുന്നതിന് വേണ്ടി മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നൊക്കെ തന്നെ അവിടെയുള്ള മനുഷ്യർ ഇവിടെ എത്തിയത് കാണുന്നുണ്ട്. അവരത് പരസ്പരം സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. രണ്ട് ഇത്തമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുണ്ടക്കയിൽ നിന്നാണോ വരുന്നത്? അതെ, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം. എൻ്റെ പേര് കദിയമ്മ. സർക്കാർ പ്രഖ്യാപിച്ച പട്ടികയിൽ പേര് വന്നിട്ടുണ്ടോ? വീട് കിട്ടും? വീട് കിട്ടും, പേര് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് വീട് ഉണ്ടാക്കാന്നാണ് സർക്കാർ പറയുന്നത്. കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ്. നമുക്കൊരു കാണുന്ന എന്താണോ എന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. സ്ഥലം കണ്ടപ്പോഴും സന്തോഷം. പിന്നെ ഇതിലൊരു വേഗം എത്രയും പെട്ടെന്നൊരു വീടായി കിട്ടട്ടെ, അതിന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എല്ലാവരും നമ്മുടെ നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇനിയിപ്പോൾ കിട്ടട്ടെ. ഞങ്ങൾക്ക് മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണെങ്കിലും നല്ലൊരു ഒരുമയിലും സന്തോഷത്തിൽ കഴിയുന്നൊരു നാടാണ് ആ നാട്. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ ഒരുമിച്ച് തന്നെ ഇനിയും ഇവിടെ വരണം. അതാണ് ഞങ്ങളൊരു ഉദ്ദേശം കിടക്കുന്നത്. അപ്പം അങ്ങനെ ആവട്ടെ, ഗവൺമെൻറ് തരുന്നതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതിൽ വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സർക്കാർ വീടുണ്ടാക്കി തരുന്നത് 7 സെൻറ്റിന് 7 സെൻറ്റ് ഞങ്ങൾക്കൊരു വീടാട്ടെ. പിന്നല്ല കാര്യം, പിന്നെയല്ലേ എല്ലാം ഇത് മതി, വീടായി കിട്ടിയാൽ മതി. ഇല്ല, ഞങ്ങളെ പേര കുലുങ്ങിയിട്ടുള്ളൂ. ഞങ്ങളെ പേര ഇതെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെയാണ് പൊട്ടിയത്. അപ്പോൾ ഒരു ഭർത്താവിന് തീരെ സുഖമില്ല. ആ ഭാഗ്യം കൊണ്ടാവോ ഞങ്ങളെ പേര അങ്ങനെ തൊട്ട് പേരയിലൊക്കെ നല്ല ചളിയും മരവും കല്ലുമൊക്കെ വന്നു. ഞങ്ങളിൽ വന്നിട്ടില്ല. ഒരു പൊട്ടുമ്പോൾ ഞങ്ങൾ പേടിച്ചിറുകിയോടെ നിൽക്കുകയും പിന്നെ രണ്ടാം പൊട്ട് ഇങ്ങോട്ട് ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഈ വാപ്പാന് 3-4 ആൾ കൂട്ടി വലിച്ച് കൽപ്പുരക്കാട്ട് കയറി. അങ്ങനെ കയറി പിന്നെ എസ്റ്റേറ്റിക്ക് പോയി. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. സർക്കാർ പറയുന്നത് മുണ്ടക്കയിൽ അമ്മമാരൊക്കെ എങ്ങനെയാണോ പരസ്പര സ്നേഹത്തോടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അത് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി തരുന്നുള്ളതാണ്. അതന്നെയല്ല ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. എല്ലാവരും ഒരുമിച്ച് തന്നെ ആവട്ടെ. അവർ എന്താണോ ഗവൺമെൻറ് നമുക്ക് തരാൻ വിചാരിച്ചിരിക്കുന്നത് അത് അതിന് സന്തോഷപ്പെട്ട് ഞങ്ങൾ കൈ ഉയർത്തുകയാണ്. പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇത്ര കാലം ക്ഷമിച്ച് സഹിച്ച് നിന്നു. ഇനിയും അതിനുവേണ്ടി കാത്തിരിക്കാൻ 1 വർഷം കൂടി ചിലപ്പോൾ എന്തായാലും ഈ വർഷക്കാലത്ത് നമുക്കിവിടെ വീടാവില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ അടുത്ത പുതുവർഷത്തിലേക്കും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് കയറാനും എത്രയും പെട്ടെന്ന് സർക്കാർ നമുക്കൊരു വീട് അനുവദിച്ച് തരണം. ഇപ്പോൾ തന്നെ വൈകുന്നേരമായ മഴ പെയ്യുമ്പോഴും ഞങ്ങൾ ഇരിക്കേണ്ട പുഴൻ്റെ വക്കാണ്. വെള്ളം ഇങ്ങനെ കരങ്ങി വരുമ്പോഴത്തേന് ഞങ്ങൾ താളം തെറ്റി. ആ പൊട്ടിയത് ഞങ്ങൾ കണ്ണിൽ കണ്ടതല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കാവേണ്ടതും മഴ പെയ്യേണ്ടതും ഒക്കെ പേടിയാണ്. ഇപ്പോൾ പേടിച്ച് ഇരിക്കുക. വാടക വീട്ടിലാണ്. നേരത്തെ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു തുടക്കമാണെന്ന് മുഖ്യമന്ത്രി ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്, തറക്കല്ലിടാൻ പോകുന്നത്. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? സർക്കാരിനോട് പറയാൻ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീടായി കിട്ടണേ എന്ന ഒരു വാക്കാണ് നമുക്ക് പറയാനുള്ളത്. മറ്റുള്ളതൊന്നുമല്ല. ഒരുപാട് സന്തോഷം. നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദി. ഒരു സന്തോഷം ഇവർക്ക് എത്ര സന്തോഷം ഞങ്ങൾ കൊടുത്താലും മതിയാവില്ല. അത്രയ്ക്കും ഞങ്ങൾക്കൊരു വീടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതിന് നമ്മളെ മുഖ്യമന്ത്രി എന്തൊരു സഹായം ഞങ്ങൾക്ക്, ഇത് വലിയൊരു സഹായമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരുപാട് ഞങ്ങൾക്ക് വരുന്നുണ്ടോ? എല്ലാവരും വരുന്നുണ്ട് അങ്ങോട്ട് പരിപാടി തുടങ്ങുമ്പോഴേക്കും എത്തുമായിരിക്കും. കുറേ ആൾക്കാർ ഇപ്പോൾ വരാനുണ്ട്. ഇനി വരാണ്ട് ഞങ്ങൾ കുറച്ച് പേരെ വന്നുള്ളൂ, ബാക്കിയൊക്കെ വരാനാണ്. പിന്നെ നോമ്പല്ലേ, അപ്പോൾ അങ്ങനെ എല്ലാവരും വീടടച്ച് വരുമില്ല. കുറച്ചൊരു ഞങ്ങൾ പിന്നെ അങ്ങനെ വന്നു. നഷ്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതൊക്കെ തന്നെ ശരിയാകുമെന്ന പ്രതീക്ഷ അവരുടെ മുഖത്തുണ്ട്. പുഞ്ചിരിച്ചാണ് നമ്മളോടൊക്കെ തന്നെ അവർ സംസാരിക്കുന്നത്. അതിജീവനത്തിലൂടെ പുതിയ പാഠങ്ങൾ പകർന്ന ഈ ഒരു മനുഷ്യർക്ക് പുനരധിവാസത്തിലൂടെ വലിയ ആശ്വാസമായി മാറുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ടൗൺഷിപ്പ് പദ്ധതി പോലെയുള്ള ഇടപെടലുകൾ. തീർച്ചയായും അവരുടെ പ്രതികരണങ്ങളും അത് അടയാളപ്പെടുത്തുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർവായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ വയനാട്.